വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്രീം സാൻഡ്വിച്ച് കേക്കിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ക്രീം സാൻഡ്വിച്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ ക്രീം വെച്ച് സാൻഡ്വിച്ച് ചെയ്ത് ഉണ്ടാക്കുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് ഒരു സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1/2 കപ്പ് മൈദയാണ് വേണ്ടത്. 1/2 കപ്പ് മൈദ. ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 1/8 എന്ന് പറയുമ്പോൾ 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ ബോളിലേക്ക് ഓയിൽ, ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. കാൽ കപ്പ് പാല്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഇനി മുട്ട സെപ്പറേറ്റ് ചെയ്ത് ഉണ്ണി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഈ റെസിപ്പിക്ക് നമുക്ക് വേണ്ടത് 5 മുട്ടയാണ്. ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടാം. നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എഗ് വൈറ്റ്സ് നമുക്കൊരു ബോളിലേക്ക് ഇടണം. എഗ്ഗിൻ്റെ യോക്സ് ഈ ഒരു ബോളിലേക്ക് ഇടാം. ഈ മുട്ടയുടെ മിക്സറിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സറിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മൈദയും കൂടെ ചേർക്കാം. കട്ട കെട്ടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മൈദയുടെ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ലംസ് ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എഗ് വൈറ്റിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കണം. ഒരു 1/2 ലൈം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ടയുടെ വെള്ളം എടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം, എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്താലേ ആ സ്പോഞ്ചിന് നല്ല ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഗ്രാജുവലി ചേർത്ത് കൊടുക്കാം. അപ്പം നോക്കിയാൽ നല്ല തിക്കായി ഈ ഒരു ടെക്സ്ചർ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മിക്സർ എടുത്ത് ഇതിനകത്തേക്ക് ചേർക്കാം. മാവിൻ്റെ മിക്സറിലേക്ക് ചേർക്കുക. ഈ മിക്സറിൻ്റെ ഒരു 1/3 എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മുട്ടയിലേക്ക് ചേർക്കാം. എഗ് വൈറ്റിലേക്ക് ഇനി നമുക്കിത് ട്രേയിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. ഇത് പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം.
ഞാനിപ്പോൾ ഇവിടെ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് ഉപയോഗിച്ചത്. 11 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഇനി 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ അവനിൽ ഇത് കുക്ക് ചെയ്യാനായിട്ട് 20 മിനിറ്റാണ് എടുത്തത് 170 ഡിഗ്രിയിൽ. എപ്പോഴും ഓരോ അവനിലും കുക്കിംഗ് ടൈം എപ്പോഴും വ്യത്യാസം വരും. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് നടുക്കൊരു വുഡൻ സ്ക്യൂർ ഇൻസേർട്ട് ചെയ്യുക. അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗുഡായിട്ടുണ്ടാവും. മാത്രമല്ല നമുക്ക് ഇതേപോലെ ഒരു ബ്രൗൺ കളറും കിട്ടും. ഇതിന് പുറത്തേക്ക് എടുക്കാം, ചൂട് മൊത്തം പോകണം. കൂളാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. കേക്ക് ഇവിടെ കൂളാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം റെഡിയായി, സോഫ്റ്റ് പീക്സ് ആയി. ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ഇടാം, ചെറിയൊരു നുള്ളുപ്പ്. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ കേക്കിനെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യുകയാണ്. എന്നിട്ടാണ് നമ്മൾ ലെയർ ചെയ്യുന്നത്. നേരെ ഹാഫായിട്ട് 2 സ്ലൈസ് ആക്കുക. ടെക്സ്ചർ കണ്ടോ, ഭയങ്കര സോഫ്റ്റ്, വളരെ സോഫ്റ്റാണ്. ഇതിങ്ങനെ ഇട്ടിട്ട് ഇവിടെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നല്ല തിക്കായിട്ട് വിപ്പിംഗ് ക്രീം കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഇഞ്ച് തിക്നെസ് വരുന്ന പോലെ ക്രീം തേക്കും. മറ്റേ ഹാഫ് ടോപ്പ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമുക്കിത് സ്ലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രീം ഒന്ന് സെറ്റ് ആവണം, ഒന്ന് ഫേം ആവണം. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കും. ഇപ്പോൾ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് 1 മണിക്കൂറോളം വെച്ചു. നമ്മൾ നോക്കുന്നൊരു സ്റ്റേജ് ആ ക്രീം നന്നായിട്ട് സെറ്റ് ആവണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുക. ഇനി ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത ശേഷം സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് വേസ്റ്റ് ആകത്തില്ല, നമുക്കത് യൂസ് ചെയ്യാം. ഇതേപോലെ കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ 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 പീസസ് ആക്കാം. ഞാനിത് നേരെ ഹാഫായിട്ട് കട്ട് ചെയ്ത ശേഷം ഡയഗണലി കട്ട് ചെയ്യുകയാണ്. ഇതേപോലെ കിട്ടും. ഇത് നോക്കിയാൽ നമുക്ക് ഇച്ചിരി ക്രീം സെറ്റ് ആവാനുണ്ട്. നമ്മളിപ്പോൾ 1 മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ. കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും, ഒട്ടും പുറത്തേക്ക് വരാതെ കിട്ടും. ഇത് ചെറുതാക്കണമെങ്കിൽ നേരെ ഹാഫായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ചെറിയ ട്രയാങ്കിൾസ് കിട്ടും. നമ്മുടെ ക്രീം സാൻഡ്വിച്ച് കേക്ക്, അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ ആ കേക്കിൻ്റെ ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഞ്ഞി പോലത്തെ സോഫ്റ്റാണ്. എൻ്റെ കൂടെ ക്രീമും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഡെസേർട്ടായിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കോഫിയുടെ ടീയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്.
ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.